എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു മീൻ മുട്ട പൊരിക്കുന്ന രീതിയാണ്. ഇതാണ് മീൻ മുട്ട. മീൻ്റെ മുട്ട നല്ലതായിട്ട് ഉളുമ്പൊക്കെ കളഞ്ഞ് ഇച്ചിരി വിനാഗിരിയും ഉപ്പും കൂടെ ഇട്ട് ഒത്തിരി ഒലയ്ക്കാതെ കഴുകിക്കഴിഞ്ഞ് വീണ്ടും ചെറിയ ചൂടുവെള്ളം ഒഴിച്ച്, അപ്പോൾ ഇത് ആ മുട്ടയൊക്കെ ഒന്നുകൂടെ സ്ട്രോങ് ആകാനാണ്. ചൂടുവെള്ളത്തിനകത്ത് ഒന്നും കൂടെ പതുക്കെ ഒലയ്ക്കാതെ കഴുകി പലയാവർത്തി കഴുകി ഇതിൻ്റെ ഉളുമ്പും ഈ മുട്ടയുടെ കവറിങ്ങിലുള്ളത് അഴുക്കുകളും എല്ലാം മാറ്റിയെടുത്തതാണ്. ഇപ്പം ഇത് ആവശ്യത്തിനുള്ള കരിവേപ്പിലയാണ്. ഇത് തേങ്ങയാണ്. ഈ തേങ്ങ, ഇത് ഇഞ്ചി, കാന്താരിമുളക്, എരിവ് വേണ്ടാത്തവർക്ക് എരിവില്ലാത്ത പച്ചമുളക് എടുക്കുക. ഇതിനാവശ്യമുള്ള ചുമന്നുള്ളിയാണ്. ഇത് സവാള ഇടണ്ട. സവാള ഇട്ട് കഴിയുമ്പോൾ ഒരു നേരിയ ഒരു മതിരിപ്പ് തോന്നും. അതുപോലെ തേങ്ങയാണെങ്കിലും അപ്പടി വിളഞ്ഞ തേങ്ങ എടുക്കരുത്. അപ്പോൾ ഇതിനാവശ്യമുള്ള ഉപ്പൂടെ ഇട്ടിട്ട് ഒരല്പം മഞ്ഞപ്പൊടിയോടെ ഇടണം. എന്നിട്ട് ഇതിലേക്ക് ഈ 2 മുട്ട കൂടെ ഉടച്ചിടണം. അപ്പോൾ ഇതാദ്യം ഒന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കണം. ഇത് അടിച്ചിട്ട് പിന്നെ തേങ്ങ ഒക്കെ കൂടെ സ്പൂണിട്ട് അടിച്ച് മുട്ട കൂടെ ഇട്ടടിച്ച് ഇതോടെ ഇട്ടടിച്ചിട്ടാണ് ഇത് ഇന്നത്തെ മിക്സിക്കകത്ത് ഇഞ്ചി, കറിവേപ്പില, ചുമന്നുള്ളി, കാന്താരി ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് അടിച്ചതാണ്. ഇത്ര അടിച്ചു കഴിയുമ്പോൾ ഈ 2 മുട്ട കൂടെ അതിലേക്കൊന്നിട്ട് ചെറുതായിട്ടൊന്ന് ഒരു കറക്കൂടെ കറക്കണം. ഇതാണ്, അതിലേക്ക് 2 മുട്ട ഉടച്ചിട്ടിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കറക്കിയാൽ മതിയേ. മീൻ മുട്ട ഇത് മിക്സിയിലിട്ട് അടിച്ചതെല്ലാം കൂടെ ഇട്ട് തേങ്ങയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അല്പം മഞ്ഞപ്പൊടി കൂടെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി തിരുമ്മണം. ഒരുവിധം അടിഭാഗം വേവാകുമ്പോൾ പതുക്കെ അടച്ചിട്ട് ഇവിടെ മുട്ടത്തോരൻ റെഡിയായേ. ഇതാണ് മുട്ടത്തോരൻ. ഇത് പൊരിച്ചതായിട്ട് ഇത് പൊരിച്ചെടുക്കുന്ന ഇത് രണ്ടും ഒരേ കണ്ടൻ്റാണ്. ഇത് തോരനായിട്ട് വെച്ച് ഇത് പൊരിച്ചതായിട്ട് വെച്ച്